അങ്ങനെ ബിനീഷ് അതാ ചിക്കൻ കറി വെച്ച് തുടങ്ങി കേട്ടോ. അതാണ്ട് ചിക്കൻ ഇരിക്കുന്നുണ്ടോ. ഞാൻ വേറൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ 1/2 കിലോ ചിക്കനാണ് വാങ്ങിയത്. ഈ 1/2 കിലോ ചിക്കന്റെ കൂടെ ഈ ഒരു കോഴി മുട്ടയും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നില്ലേ. മാർക്കറ്റ് മുക്ക് ഇതാണോ മാർക്കറ്റ്? അകത്തോട്ട് കേറിക്കും. നല്ല ഫ്രഷ് ചീര കേട്ടോ. വാട്ടം എന്നൊരു സാധനം അതിനകത്ത് കാണാനില്ല. ലോക്ക് ചെയ്തായിരുന്നോ വണ്ടി? എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ നമ്മൾ എന്താണ് എന്നുള്ളത്. നമ്മളെ കാണുമ്പോൾ അറിയാൻ പറ്റൂല്ലേ ആൾക്കാർക്ക് നമ്മളിവിടെ ഉള്ള അല്ല എന്നല്ലേ. അങ്ങനെ ചിക്കനായില്ലേ? ചിക്കൻ മേടിച്ചു. 1/2 കിലോയ്ക്ക് 110 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ഞങ്ങൾ പാചകം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബിനീഷക്കുട്ടി ഇതോ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്ന ചോദിച്ചു നോക്കിയാലോ. ബിനീഷേ എന്തോ ചെയ്യുന്നത്? നമ്മൾ കറി വെക്കുകയാണ്. ഇതെന്തോ സംഭവം അത് പറ ആദ്യം. അത് നെയ്ച്ചോറ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. നെയ്ച്ചോറ് പരീക്ഷിക്കണം. പരീക്ഷണ വസ്തു ആരാണ്? കൊതി വരുന്നുള്ളവർ പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ചിക്കൻ എടുത്തിട്ട് ചോറോട് വെച്ചിട്ട് കറിയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചോറോട് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. അങ്ങനെ പെട്ടിയാട്ടയിൽ കല്യാണത്തിന് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒറിജിനൽ ഫോട്ടോ ചെറുക്കനും പെണ്ണിനും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് വല സൈഡ് ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടോ കണ്ടോ? അതാണ് അച്ഛനും അമ്മയും എല്ലാം അവരുടെ ഫ്രണ്ട്സും കുടുംബക്കാരും എല്ലാം നമ്മളെ ഫ്ലെക്സിൽ കാണാൻ കഴിയും. ഇതാണ് തമിഴ്നാട്ടിൽ വന്നാളെ പ്രത്യേകത അല്ലേ. ഹായ് കൂട്ടരെ, ഞങ്ങൾ ഓൾ തമിഴ്നാട് യാത്രയിൽ ഇപ്പൊ കള്ളക്കുറിച്ചിയിൽ എത്തിയിരിക്കുവാണ്. ഏകദേശം 15ാമത്തെ അല്ലേ 15ാമത്തെ ജില്ലയാണ് ഞങ്ങൾ തമിഴ്നാട്ടിലെ. ബിനീഷ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കണ്ണെഴുതുവാനല്ലേ? ഇത് നമ്മളെ മരിയാസിന്റെ ആണോ? എഴുതിയോ? ഒരു കണ്ണ് എഴുതിയോളൂ. എന്ത് പറ്റി? എഴുതാൻ പോവാ. കണ്ണിലൊരു കുത്തരട്ടെ. അന്നേരം മറിയാസിന്റെ ഇത് മാത്രമല്ല വേറെ എന്തോ ലിപ് ബാം ഒക്കെ ഇല്ലായിരുന്നു. ഒന്ന് കാണിക്കാവോ? ഓക്കെ. അന്നേരം നിങ്ങൾക്ക് ഈ ലിപ് ബാമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കൺമക്ഷി അവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. കയറി വാങ്ങാൻ കേട്ടോ. അന്നേരം നമ്മള് കള്ളക്കുറിച്ചി ചെയ്യുവാണ്. ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ കാര്യമാണ് കേട്ടോ. ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് എല്ലാം കുറവാണ്. സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ ക്ഷേത്രങ്ങളും കോട്ടകൾ കുറവാണ്, ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വെള്ളച്ചാട്ടം പറയാൻ പിന്നെ പ്രത്യേകം വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലേ. നമ്മളെ കേരളത്തിൽ ഒരുപാടുണ്ട്. അതായത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇവിടെ ഒന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഇല്ലേ. നമ്മളെ ഫേസ് ഒക്കെ മാറിയില്ലേ കുറെയൊക്കെ? സങ്കടം വരുന്നോ? എന്തോ പറ്റി? ഇങ്ങനെ ആയിപ്പോയോ? അങ്ങനെയാണോ യാത്ര ചെയ്യുമ്പോ? ഇങ്ങനെയാണ് വേറൊന്നും കൊണ്ടല്ല, ടാൻ അടിച്ചതാ. പിന്നെ ഞാൻ ആഹാരവും കഴിക്കുന്നില്ല, അപ്പം ചുട്ടി. ആഹാരം കുറവാണ്. നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും കറക്റ്റ് ടൈമൊന്നും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കള്ളക്കുറിച്ചി ഗ്രാമങ്ങളുള്ളൊരു യാത്രയാണ്. നമ്മൾ വിചാരിക്കുന്നതാണ് കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയാൻ വയ്യ. അകത്ത ഉൾഗ്രാമങ്ങളിലെ ചെറിയ കാഴ്ചകൾ നമുക്കൊന്ന് പകർത്തിയെടുക്കാം. ഇത് നമ്മുടെ മരിയാസിന്റെ കൺമഷിയാണ്. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. കാരണം നമുക്ക് സാധാരണ ചില കൺമഷികൾ എഴുതുമ്പോൾ നീറ്റലി എരിച്ചിലൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് എഴുതുമ്പോൾ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഭയങ്കര ഒരു അടിപൊളിയാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മരിയാസിന്റെ വെബ്സൈറ്റിലോ ആമസോണിലോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളൊരു നേരെ പമ്പല്ല, ജിയോയുടെ പമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ ആയിരുന്നു സ്റ്റേ. ബിനീഷ പോവല്ലേ? മുടി കെട്ടാൻ പോവല്ലേ? അയ്യോ, ഇതൊക്കെയാണ് നമ്മൾ തമിഴ്നാട് കാഴ്ച കേട്ടോ. ഇങ്ങനെ നമ്മളെ നാട്ടിൽ പോകാൻ പറ്റുമോ? അത് നമ്മള് ലൂണ ബൈക്കിന് പേര് TVS ഇല്ലേ? ബിനീഷ സ്കൂട്ടിനെ കുറിച്ച് അറിയോ? ഇല്ല. അന്നേരം തമിഴ്നാട് ഉൾക്കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു അച്ഛനും 2 മക്കളും കൂടെ നമ്മളെ മറ്റേ MIT ഇവരുള്ള ഒരു വണ്ടിക്കകത്ത് പോവുകയാണ്. MIT ആണ് ലൂണയാണ്. അതെ. ഇന്നലെ നമ്മളെ ഗ്രാമീണ ഭംഗികളാണ് മാക്സിമം ഞങ്ങൾ എടുക്കാൻ നോക്കുന്നത്. ഇന്നത്തെ ദിവസം ഭാഗത്തൊക്കെ കൃഷികളാണ് കേട്ടോ. എന്തോ കൃഷികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അവര്. നമ്മളിപ്പോ ഒരു മാർക്കറ്റിൽ കൂടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് മാർക്കറ്റ് രാവിലത്തെ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. തമിഴ്നാട് ഒരു ഗ്രാമത്തിലെ രാവിലത്തെ കാഴ്ചയാണ്. നമ്മളിവിടെ മാംസമായാലും മത്സ്യമായാലും എല്ലാം കൊടുക്കുന്ന പറഞ്ഞാൽ വഴിയിൽ ഒരു പാ വിരിച്ചിട്ട് അവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹരിതകർമ്മസേന ഇവിടെ ഉണ്ട്. എന്തായിരുന്നു പറഞ്ഞോ? നമ്മളെ സ്ഥലങ്ങളിൽ സാധാരണ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടല്ലേ സാധാരണ മത്സ്യമായാലും മാംസമായാലും വിൽക്കുന്നത്. ഇവിടെ പക്ഷെ അങ്ങനല്ല.
ഇവിടെ എന്ന് പറഞ്ഞ തറ ഒരു പാ വിരിച്ചിട്ടിട്ട് അവിടെ അങ്ങ് കച്ചവടം ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ബിനീഷ വണ്ടി തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണ്. ഇങ്ങോട്ടൊക്കെ അഴുക്ക് കാണും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് ക്ലിയർ ആവത്തില്ല. ഇതാ ഇവിടെയൊക്കെ അഴുക്കുണ്ട്. അന്നേരം തമിഴ്നാട് ഒരു ഗ്രാമീണ ഭംഗികൾ മാക്സിമം കവർ ചെയ്യാനാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് കേട്ടോ. ഇതൊരു യാത്രക്കിടയിൽ കണ്ടൊരു കാഴ്ച കേട്ടോ. ഈ മല ഉണ്ടോ, ഈ മലയുടെ ഒരു പ്രത്യേകത അറിയാമോ? ഫുള്ള് എന്ന് പറഞ്ഞാൽ പാറ. ഒരു മലയെന്ന് പറഞ്ഞാൽ ഫുള്ളൊരു പാറയായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് പാറയുടെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഈ മല ഉണ്ടായിരിക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, ഒരുപാട് പാറകൾ അങ്ങനെ അടുക്കി അടുക്കി മല പോലെ കൂട്ടിയിട്ടേക്കുവാണ്. അതും ഒരു മല പോലെ നിൽക്കുകയാണ്. കണ്ടോ, അതും ഒരു കാഴ്ചയാണ്. പോവല്ലേ? ഓക്കെ, രസകരമായൊരു കാഴ്ച. അത് നമ്മൾ യാത്ര അനുഭവത്തിൽ കിട്ടിയതാണോ. അടുത്ത നമ്മൾ ഗ്രാമങ്ങളിലോട്ട് കയറാൻ പോകും. ഇപ്പോൾ മെയിൻ റോഡിൽ നിൽക്കുവാണ്. അടുത്ത ഗ്രാമങ്ങളിലോട്ട് കയറാൻ പോവാം. പിന്നെ ഉണ്ടോ വാഹനങ്ങളുടെ സ്പീഡ് കണ്ടോ. നമുക്കൊരു ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ യാത്ര ആണെങ്കിലേ ഒരു മണിക്കൂർ മതി ഇല്ലേ ബിനീഷേ? ഇവിടെ എനിക്ക് ആ കാര്യത്തിൽ സത്യം പറഞ്ഞാ ഭയങ്കര സൂപ്പർ. അത് ഒരു സ്ഥലം പോലും ഇല്ല, വൃത്തിയായിട്ട റോഡായിട്ട്. വണ്ടിക്കൊന്നും വലിയ പണിയും വരത്തില്ല ഇവിടെ. സസ്പെൻഷനോ ഷോക്ക് അബ്സർവോ ഒന്നും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഗട്ടർ റോഡൊക്കെ വളരെ കുറവാണ്, റയറാണ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചു, ഗട്ടർ റോഡ് കൂടുതലും, നല്ല റോഡ് റയറും. എന്നാ രസാന്ന് നോക്കിയേ. അതെ 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 അതെ. അങ്ങനെ ഞങ്ങള് കള്ളക്കുറിച്ചിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. രാവിലെ ഞങ്ങൾ ഒരു 7:30 ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഒരു പമ്പിലായിരുന്നു സ്റ്റേ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ കള്ളക്കുറിച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് കള്ളക്കുറിച്ചിയിലെ വിശേഷമാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ ദിവസവും വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പോട്ട് നോക്കി നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ. പക്ഷെ ഇന്ന് അതിൽ നിന്ന് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് ഞങ്ങൾ ഈ കള്ളക്കുറിച്ചി എന്താണ് അല്ലെങ്കിൽ ഉൾഗ്രാമങ്ങൾ എന്താണ് എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് രാവിലെ. അതിനാണ് രാവിലെ പ്ലാൻ. സാധാരണ ഞങ്ങൾ ഒരു ഡിസ്ട്രിക്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ജില്ല ചെല്ലുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ആവും. അതുകൊണ്ട് നമുക്ക് ഉൾഗ്രാമങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സ്റ്റേ എല്ലാം നോക്കണമെങ്കിൽ മെയിൻ റോഡിൽ നിന്നാലേ പറ്റത്തുള്ളൂ. ഒരു പെൺകൊച്ചുകൊണ്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് മെയിൻ റോഡിൽ നിന്നേ പറ്റും. ഇന്ന് നമ്മൾ രാവിലെ വന്നിരിക്കുക അല്ലേ. രാവിലെ വന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉൾഗ്രാമങ്ങളിലോട്ടൊന്ന് കയറാൻ ശ്രമിക്കും, മാക്സിമം ശ്രമിക്കും. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്നിട്ട് ആദ്യം തന്നെ വിനീഷയുടെ അമ്മ വേണമെന്ന് പറഞ്ഞ കപ്പലണ്ടി അതുകൊണ്ട് ആ സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ, വിൽക്കാൻ വെച്ചിരിക്കും കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മാർക്കറ്റുകൾ എല്ലാം ഈ കള്ളക്കുറിച്ചിയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ. മെയിൻ റോഡിൽ നമ്മൾ ബൈ റോഡിലോട്ട് കയറിയേ ഉള്ളു. അതിനു മുമ്പ് നമ്മൾ മാർക്കറ്റ് എല്ലാം കണ്ടു തുടങ്ങി. പല സൈഡിൽ ഇന്ന് എന്താ വിശേഷം ഉണ്ട് കേട്ടോ. കാരണം എല്ലായിടത്തും പന്നിയും ബീഫും ചിക്കനും ഒക്കെ ചിക്കനെക്കാളും കൂടുതൽ ആടാ കേട്ടോ. ആട് ഞാൻ ഒരുപാട് എടുത്ത് കണ്ട്. ഇവിടെയൊക്കെ മാർക്കറ്റ് കേട്ടോ. ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി അപ്പം സ്പോട്ടിൽ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ പച്ചക്കറിയുടെ കളർ കണ്ടോ നീ, നല്ല കളർ. അടിപൊളി കളർ. എന്താന്ന് വെച്ചാ അതെല്ലാം ഒറിജിനലാ. നമുക്ക് ഇവിടെ കയറാം. ഞങ്ങൾ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു രാവിലെ. ചായ കൂടി ആണെന്നില്ലെങ്കിൽ നമ്മളെ ഒരു ദിവസം ഒരു മൂടങ്ങ് പോകും ഇല്ലേ വിനീഷ. അന്നേരം വീഡിയോ എടുത്തോണ്ട് ചായയുടെയൊക്കെ എടുക്കുമല്ലേ. എന്റെ കണ്ണ് കളന്നു. നമ്മൾ ചില കടകളിൽ ചെന്നാലേ ചായക്ക് 10 രൂപയാണ്, ചിലപ്പോൾ 15 രൂപയാണല്ലേ. പക്ഷെ ഇവിടെ ചായ അങ്ങനെയല്ല. എനിക്ക് തോന്നിയത് 12 രൂപയ്ക്ക് ചായ ഉണ്ട്, 10 രൂപയ്ക്ക് ചായ ഉണ്ട്, 15 രൂപയ്ക്ക് ചായ ഉണ്ട്. അങ്ങനെ നമ്മളെ ചായ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്. എന്നോട് ചായ. ഞാന് ഇവിടുത്തെ ചായയുടെ പ്രത്യേകത ഭയങ്കര മധുരമാണ്. ഇവർക്ക് ഷുഗർ ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര മധുരത്തിൽ ഇവർ ചായ തരുന്നത്. ആ ഒരു കുഴപ്പം ഒഴിച്ചാൽ ബാക്കിയല്ല. ചായക്ക് ചിലപ്പോൾ 10 രൂപ, 15 രൂപ, 12 രൂപ, ഏറ്റവും ടോപ്പ് 15 രൂപ. ചില ദിവസങ്ങളിൽ നല്ല അടിപൊളി ചായ ആയിരിക്കും, ചിലപ്പോൾ 10 രൂപ കാണത്തുള്ളൂ അല്ലേ. ഇതില് വെള്ളം ചേർത്ത ചായ, വെള്ളം ചേർത്തിട്ടുണ്ട്. ഇന്ന് മെനഞ്ഞാന്ന് രാവിലെ ആണോ അതോ ഇന്നലെ രാവിലെ ആണോ നടത്തില്ല. ചായ സൂപ്പർ ആയിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? ചായ കുടിച്ചു കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ നോക്കിയാലോ? ചിലപ്പോൾ 10 രൂപ, ചിലപ്പോൾ 12 രൂപ, ചിലപ്പോൾ 15 രൂപ. നോക്കാം. അങ്ങനെ ചായക്ക് 12 രൂപ, അങ്ങനെ 24 രൂപ കേട്ടോ. ഞങ്ങളിപ്പോ കുടിച്ച ചായക്ക് 12 രൂപയായിരുന്നു അല്ലേ. 2 ചായക്ക് 24 രൂപ. ഇന്നത്തെ ചെലവ് ഇപ്പൊ തുടങ്ങിയിരിക്കും. രാവിലെ ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നായിരുന്നു. അതെന്താ സംഭവം എന്നറിയാവോ? ഞങ്ങള് ജിയോയുടെ പമ്പിലാ കിടന്നേ. അപ്പൊ അവർക്ക് പെട്രോൾ അടിച്ചാലേ അവിടെ കിടത്തത്തുള്ളൂ അല്ലേ. അതെ അതെ അതെ.
അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ച എന്നാ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടുത്തെ ഒരു ചേട്ടനാണ് ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾ ഓക്കെ സെറ്റിൽ അവിടെ സ്റ്റേ ചെയ്തോളൂ. പക്ഷെ വേറെ ആൾക്കാർക്കൊന്നും താല്പര്യം ഇല്ലായിരുന്നു. കാരണം ജിയോടെ പമ്പ് അല്ലെങ്കിൽ റിലയൻസിന്റെ പമ്പ് എന്നൊരു പ്രശ്നം എന്താ അറിയോ, അവിടെ നിരീക്ഷിക്കാൻ വേറെ ആൾക്കാർ വേറെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്നു. അന്നേരം അവർക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ഭയങ്കര കേട്ടോ അവിടുത്തെ. എല്ലായിടത്തും എവിടെ നോക്കിയാലും ക്യാമറ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയ ക്യാമറ, എല്ലാം ക്യാമറയിൽ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു 100-300 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചു. അവിടുന്ന് ചെലവ് തുടങ്ങി രാവിലത്തെ ഇന്നത്തെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പൊ മുന്നോട്ട് പോകുമ്പോ നോക്കാം. നമുക്ക് എന്തായാലും കുക്ക് ചെയ്താ കഴിക്കാൻ ഉദ്ദേശിക്കുന്നേ. പിന്നെ സാഹചര്യം എങ്ങനെയാന്ന് നോക്കട്ടെ. മഴയാണെങ്കിൽ നടക്കത്തില്ല. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ്, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉള്ളേരിയയിലോട്ട് കയറിയിട്ട് നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് പാചകം ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മള് ഒരു വിശേഷ ദിവസം എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ സ്ത്രീകള് കല്യാണത്തിന് പോകുന്നുണ്ടോ, ഒരു പെട്ടിയാട്ടോടെ ബാക്കിൽ നിന്നാണ് അവർ കല്യാണത്തിന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് പലയിടത്തും കല്യാണം ഉണ്ടായിരുന്നു. കേറി വീഡിയോ എടുക്കണോന്നുണ്ട്, പക്ഷേ നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന് എങ്ങനെ കയറുന്നില്ലേ നിമിഷ? അതെ, എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പെട്ടിയാട്ടയിൽ കല്യാണത്തിന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മള് കള്ളക്കുറിച്ചിലാണ് നിൽക്കുന്നത് കേട്ടോ. തലയെല്ലാം പൂമാലയും എല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇന്നേ ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. ആഹാരത്തിനകത്തെ ചിക്കൻ കറി വെച്ചാലോ എന്നൊരു ചെറിയൊരു കൊതി. അന്നേരം നമ്മൾ മാർക്കറ്റിലോട്ട് പോവുകയാണ്. മാർക്കറ്റിൽ പോയി ഇവിടത്തെ ചിക്കൻ എന്ന് പറഞ്ഞാൽ 1 കിലോ 250-300 ഗ്രാമൊക്കെ വെച്ച് തൂക്കി മേടിക്കാൻ കഴിയും. 1 കിലോ കിട്ടും. അന്നേരം ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിൽ പോയി ചിക്കൻ വാങ്ങണം, കുക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയുടെ പ്രത്യേകത. നമ്മളെ സാധാരണ ഒരു സ്പോട്ട് നോക്കി പോയി അവിടുത്തെ വീഡിയോ എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമാക്കാം അല്ലേ? തമിഴ്നാട്ടിലെ കല്യാണമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ബെഡ ഒരു ഫ്രണ്ടിൽ സെറ്റ് ഒക്കെ ഇട്ടാണ് കല്യാണം നടന്നത്. റിച്ച് ടീമാന്ന് തോന്നില്ലേ? അപ്പുറം ഇപ്പുറം എല്ലാം വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, കട്ട് ഓഫ് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതെ, പെണ്ണും ചെറുക്കനുമാണ് നിൽക്കുന്നത്. പെണ്ണിന് നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലേ? അവരെങ്ങനെയും കല്യാണം കഴിച്ചോട്ടെ, നിനക്കെന്ത്? അത് അവരുടെ എഡിറ്റിങ്ങിന്റെ അപാരത. പക്ഷെ അവരെ നോർമൽ ഫോട്ടോ അവിടെ ഫ്രണ്ട് ഇരിക്കുന്നു. അത് ഏതാ സെറ്റ് ഇട്ട് വെച്ചേക്കെന്നു മനസ്സിലായോ? സെറ്റ് എന്ന് പറഞ്ഞാൽ കാണുന്ന ആ ഒരു അലങ്കാര പണികള് എനിക്ക് തോന്നുന്നു തഞ്ചാവൂർ പെരിയ കോയിലിന്റെ ഒക്കെ ആണെന്നാ തോന്നുന്നു. അതെ അതെ അതെ. പെൺകുട്ടിയുടെ അതല്ല കേട്ടോ, അതല്ല വേറെ ഗംഗൈക്കൊണ്ട് അതാന്ന് തോന്നുന്നു. പെൺകൊച്ചിന്റെ അകത്തെ കാഴ്ച കേട്ടോ, സൂപ്പർ ആട്ടോ. അകത്തേക്ക് ഒറിജിനൽ ഫോട്ടോ ചെറുക്കനും പെണ്ണിന്റെ അച്ഛനും അമ്മയും എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് വല സൈഡി ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടോ കണ്ടോ? അതാണ് അച്ഛനും അമ്മയും എല്ലാം, അവരുടെ ഫ്രണ്ട്സും കുടുംബക്കാരും എല്ലാം നമ്മളെ ഫ്ലെക്സിൽ കാണാൻ കഴിയും. ഇതാണ് തമിഴ്നാട്ടിൽ വന്നാളെ പ്രത്യേകത അല്ലേ? ചിലയിടത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്. ഇപ്പുറത്ത് നോക്കേ സെലിബ്രിറ്റി ഫോട്ടോഷൂട്ടൊക്കെ അല്ലല്ലേ, ചെണ്ടപ്പളം കേൾക്കുന്നുണ്ടല്ലേ? അവരുടെ ഫാമിലി ഫുള്ള് ഫോട്ടോ. അതാണ് അതിന്റെ പ്രത്യേകത. ഫ്ലെക്സിലെല്ലാം കംപ്ലീറ്റ് ഫാമിലി ഫോട്ടോസ് എല്ലാം ഉണ്ടല്ലേ? പിന്നെ മാർക്കറ്റ് നല്ല തിരക്കാട്ടോ. ഞങ്ങൾ അകത്താണ് ഇതിന്റെ മാർക്കറ്റ്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ എനിക്ക് ഇവിടെ ബോധവും ഇല്ലാത്ത ആൾക്കാരെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരൊട്ടും ഭയങ്കര കെയർലെസ് ആണ് എല്ലാ കാര്യത്തിലും. ഡ്രൈവിംഗിലെല്ലാം എനിക്ക് അത് ഭയങ്കര ദേഷ്യമാണ് ആ ഒരു കാര്യം മാത്രം. ഇവിടൊക്കെ നാട്ടുകോഴി അടി, അത് നമുക്ക് ഇഷ്ടപ്പെടുവോ? വേണ്ട വേണ്ട, നാട്ടുകോഴി വേണ്ട. ബ്രോയിലർ ചിക്കൻ ഇവിടെ കാണുന്നില്ല കേട്ടോ, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് അകത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമുക്ക് കുറച്ച് നടന്നാലോ? നടന്നകത്തെ ഉണ്ടോ? പക്ഷെ നമുക്ക് ആ അകത്തെ മാർക്കറ്റിനകത്തുണ്ടെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ട് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പകർത്താല്ലേ? ഇവിടെ ഫുൾ ഇങ്ങനത്തെ ബസ്സുകളാ, പിങ്ക് ബസ്. ഇതിനകത്ത് സ്ത്രീകൾക്ക് ഫ്രീയാ. ഈ സർക്കാരിന്റെ വണ്ടിയാണെങ്കിലേ, പ്രൈവറ്റ് ബസ്സിനകത്ത് എനിക്കറിയാൻ വയ്യ. ഇത് പ്രൈവറ്റ് ബസ്സാണ് പോകുന്നത്. ഫ്രണ്ടിൽ പോകാൻ പിങ്ക് ബസ്സാണ് 36. അത് സ്ത്രീകൾക്ക് ഫ്രീയാ. ഇവിടെ എല്ലാം വെട്ടുന്നുണ്ട്, ആടിനെയും കോഴിയെയും. ആടിന്റെ കുടല് വെട്ടുന്നുണ്ടായിരുന്നു അവിടെ. എനിക്ക് വിഷമുള്ള കാര്യം അറിയോ, ആടിനെ അവിടെ കട്ട് ചെയ്യുമ്പോ തൊലി ഉരിയുമ്പോഴേക്ക് തൊട്ട് അതിനോട് ചേർന്ന് തന്നെ 2-3 ആടിനെ കെട്ടിയിട്ടേക്കും. അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അതിന്റെ കൂടെയുള്ള ആൾക്കാരെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴേ ജീവനോടെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, അത് വളരെ വിഷമമുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെയുള്ള മാർക്കറ്റിനകത്തെത്താറായിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ട്രാഫിക് റോഡ് വീതി നമ്മൾ കേരളത്തിൽ എനിക്ക് ഓർമ്മ വരുന്നു ഇങ്ങനെ വന്നപ്പോഴേ. പക്ഷെ റോഡ് മോശമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മോശമൊന്നുമില്ല. കട്ടറോ കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നേ ഉള്ളൂ അല്ലേ? അതെ, നമ്മൾ അവിടെ ആണെങ്കിൽ പിന്നെ എല്ലാ റോഡും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. വണ്ടി ഓടി നിൽക്കില്ല.
കപ്പലണ്ടി ദിശ കപ്പലണ്ടി ഇരിക്കുന്നു. കപ്പലണ്ടി അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിനകത്ത് വന്നെയാണ് ചിക്കൻ വാങ്ങണം. സപ്പോർട്ടാണ്, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സപ്പോർട്ടാണ്. നെല്ലിക്കയുണ്ട്. പോട്ടെ നല്ല തിരക്കാട്ടോ. ആപ്പിള്, പൂവ്, ചിക്കൻ കട ആണ്ടേ. അമൽ ബ്രോ, നമുക്ക് കുറച്ച് തക്കാളി മേടിക്കണം കേട്ടോ. പിന്നെന്താ വേണം? ഒരു എങ്ങനെ നെയ്ച്ചോറായിട്ട് മാർക്കറ്റ് മുക്ക്. ഇതാണോ മാർക്കറ്റ്? അകത്തോട്ട് കേറിക്കും. നല്ല ഫ്രഷ് ചീര കേട്ടോ. വാട്ടോന്നൊരു സാധനം അതിനകത്ത് കാണാനില്ല. ലോക്ക് ചെയ്തായിരുന്നോ വണ്ടി? ഒരുപാട് പഴത്തിന്റെ കച്ചവടം ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു പൊടിക്ക് കറിവേപ്പിലയും കൂടെ മേടിക്കായിരുന്നു. ഓക്കെ, ഫുള്ള് പഴമാണ് കേട്ടോ. ഫുള്ള് പഴം. ദേ ഇങ്ങോട്ട് നോക്കിയേ. പൂക്കളല്ലേ? അല്ലെ മല്ലിയില ഇടണ്ട, മല്ലിയില ഇട്ടാണ്. ഒരു കിലോ പേരയ്ക്ക് 40 രൂപ കേട്ടോ അവിടെ. വലിയ മാർക്കറ്റ് കേട്ടോ, അത്യാവശ്യം അല്ലേ? പക്ഷെ ഒട്ടും വൃത്തിയില്ല. വൃത്തിയിലും മഴ ഇത് കിടക്കൂല്ലേ? നീ വേസ്റ്റ് ആയിട്ട് എവിടെയും കിടക്കുന്നതാണോ? വേസ്റ്റ് ഒന്നുമില്ല, മഴവെള്ളം കിടക്കുന്നത് മാത്രമേ ഇവിടുത്തെ കുഴപ്പമുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളതെല്ലാം ഫ്രഷ് സാധനങ്ങളല്ലേ? ജീവൻ തുടുമ്പുന്ന സാധനം എന്ന് പറയത്തില്ലേ, തുടുമ്പുന്ന. കേരള എന്താ പറഞ്ഞു? എംകോം എന്താ പറഞ്ഞു? ഊരിന്ന് ഏത് ഊരിന്നാ വരുന്നേ? ഞാൻ പറഞ്ഞ കേരള. അപ്പം എത്ര രൂപ കിട്ടും, എന്ത് വേലയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബേഴ്സാണ്. അപ്പൊ എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചു. ഇത് എത്ര, ഹൗ മച്ച്? ക്യാഷ് ഇല്ല, കൈ പൈസ ഇരിപ്പില്ല. ഗൂഗിൾ പേ ഉണ്ടോ? പൈസ ഇരിപ്പുണ്ടോ? ഗൂഗിൾ പേ ഇല്ല. ഓ, എടുത്തിട്ട് വരാം. ചുമ്മാ കടയിൽ കയറി സാധനം ചോദിക്കില്ല, പൈസ എടുത്ത് കൈ വെച്ചിട്ടാണെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. ഇവിടെ യൂട്യൂബ് കേരള. ആ, ഓക്കെ.
എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ നമ്മൾ എന്താണ് എന്നുള്ളത്. നമ്മളെ കാണുമ്പോൾ അറിയാൻ പറ്റൂല ആൾക്കാർക്ക് നമ്മളിവിടെ ഉള്ള അല്ല എന്നില്ലേ. ഈ പഴം കണ്ടോ? അന്നേരം മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങുവാണ്. മാർക്കറ്റിൽ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. ഗിരീഷ അന്നേരം ചിക്കൻ ബിരിയാണി വെക്കണം. ചിക്കൻ വേണ്ടേ? ചിക്കൻ എവിടെ കിട്ടുമെന്ന് നോക്കണം. വേണ കൊഞ്ചം പോതും 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 കൊഞ്ചോ അത് ഒരു രണ്ട് ഓക്കെ. വേറെ ക്യാരറ്റ് വേണോ? ക്യാരറ്റ് വേണോ? റൈസിലിടാനോ? അങ്ങനെ ചിക്കനായില്ലേ? ചിക്കൻ മേടിച്ചു. അര കിലോയ്ക്ക് 110 രൂപയാണ്. നീ ചിന്തിക്കേണ്ട കാര്യം ഫ്രഷ് ചിക്കനാണിത്. നമ്മൾ സാധാരണ നമ്മൾ അവിടെ കടയിൽ നിന്ന് മേടിക്കുന്നതേ ചിക്കൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ടല്ലല്ലോ, ഫുൾ ചിക്കനല്ലേ മേടിക്കുന്നത്. ഇത് വേസ്റ്റ് കളഞ്ഞിട്ട് എന്ന് വെച്ചാൽ 220 രൂപ 1 കിലോ ഫ്രഷ് ചിക്കന്. നമ്മളങ്ങനെ പിന്നെ എന്താക്കാൻ പോവാ? ബിരിയാണി ആക്കാൻ പോവാന്നല്ലേ? ബിരിയാണി ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ആവുമെന്ന്. ചിലപ്പം ബിരിയാണി കഞ്ഞി ആവാം, ചിലപ്പോ ബിരിയാണി ആവാം. പക്ഷേ പട്ടി ഡോണ്ട് ടച്ച്. നീ പറഞ്ഞത് മനസ്സിലായതിന്. എവിടെ വെക്കണ്ടേ? ബാക്കി ഇടുക്കി വെക്കാം നമുക്ക്. കൂടുതൽ സെറ്റാക്കും. ഇതെല്ലാം ചീഞ്ഞു. നമ്മളെ ഫ്രൂട്ട്സ് മലക്കറി ഐറ്റംസ് ഒക്കെ ഒരുവിധം പരുവായ കേട്ടോ. അടച്ചേരാ. ഓക്കെ, ഇതിനാണ് നല്ലൊരു സ്പോട്ട് നോക്കി നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ഞങ്ങൾ പാചകം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബിനീഷ കുട്ടി ഇതോ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്ന നമുക്ക് ചോദിച്ചു നോക്കിയാലോ. ബിനീഷേ, എന്തോ ചെയ്യുന്നത്? നമ്മൾ കറി വെക്കുകയാണ്. ഇതെന്തോ സംഭവം അത് പറ ആദ്യം. അത് നെയ്ച്ചോറ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. നെയ്ച്ചോറ് പരീക്ഷിക്കണം. പരീക്ഷണ വസ്തു ആരാണ്? നമ്മൾ രാവിലെ തന്നെ ചിക്കൻ മേടിച്ചു. നമ്മൾ റൈസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നു. നെയ്യും അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അന്നേരം അത് സൈഡിൽ വെച്ച് നമ്മൾ ചോറ് വെന്തുകൊണ്ടിരിക്കുവാണ്. നമ്മളെ സെറ്റപ്പ് സൗകര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അല്ലേ. ഇപ്പോൾ നിലവിൽ 11 മണി ആയിട്ടുണ്ട്. ഈ സമയം മഴക്കോളൊക്കെ വരുന്നു. അന്നേരം ഇന്ന് ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തുള്ള ഫുഡ് ഇത് തന്നെ അല്ലേ. രാവിലെ നമ്മൾ ആഹാരം സ്കിപ്പ് ചെയ്തില്ലേ? നമ്മൾ ഡെയിലി എങ്ങനെ വന്നാലും ഒരു നേരത്തെ ആഹാരം സ്കിപ്പാവും, കഴിക്കാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെ രീതിയാണ്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പാകം ചെയ്ത് കഴിച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നിട്ട് കറിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കുന്നൊരു വീഡിയോ ഇതിന്റെ കൂടെ ഉൾപ്പെടുന്നതായിരിക്കും അല്ലേ. എന്തൊക്കെ മിണ്ട്. ഞാൻ ഭയങ്കര ബിസിയാ. ഓ, ബിസി പേഴ്സൺ ആണ് കേട്ടോ. ഇപ്പം അത് പാചകം കഴിയുന്നവരെ അങ്ങനെ കേട്ടോ. മഴ പെയ്യോ? അങ്ങനൊന്നും പറയാതെ ഇതൊന്നും ചെയ്ത് കഴിയുന്നവരെ പെയ്യരുത്. ദിനേശിക്ക് ഇപ്പൊ ഒരു പേടി, വേറെ ഒന്നും അല്ല, മരത്തിനെ വേണ്ട ഒരു കുരങ്ങൻ ഇരിക്കുന്നത്. അത് കണ്ടോ? ഇതാണ് ഇപ്പൊ വിനീഷ ഏറ്റവും വലിയ പ്രശ്നം. പറയുന്ന ഇതൊക്കെ പറക്കിക്കൊണ്ടു പോകുന്നാ പറയുന്നത്. അവളുടെ സ്വഭാവം ആ കുരങ്ങനില്ലാന്ന് അവൾക്ക് മനസ്സിലാവണ്ടേ? അല്ല, ഇങ്ങനെ സാധാരണ കുരങ്ങന്മാരങ്ങനെ എന്ത് കണ്ടാലും അങ്ങ് എടുത്തോണ്ട് പോകും അല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ ടൂറിന് പോയപ്പോ എന്റെ കയ്യിലിരുന്ന സാധനം തട്ടിപ്പറത്തോണ്ട് പോയതാ. അളിയന്റെ നെറ്റ് നോക്കേ, കൊതുവാണോ? മൊത്തം കൊതുക് കുത്തി നശിപ്പിച്ച് വെച്ചേക്കുക. ഓ, ഇവിടെ മൊത്തം കൊതുക്, നമ്മളെ കാല് മൊത്തം കൊതുക് അടിച്ച് ഒരു പരുവാക്കി വെച്ചേക്കുക. ഞാൻ ട്രൗസർ ഇട്ടേക്കുന്നത്, എന്ത് ചെയ്യാനാ? ചോറ് വേറായോ? നോക്കേ, നോക്ക് എവിടെ കോരി ഇടന്നാ, ഞാൻ നോക്കാം. അല്ലേ വെന്ത് കുറുകിപ്പോവും, കഴിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഈ റൈസ് പെട്ടെന്ന് വേവുന്നതല്ലേ. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി വിനീഷ? കറക്റ്റ് ഇതിപ്പം 13-ാം ദിവസം. 13-ാണോ 14-ആണോ? 14 14-ാം ദിവസമാണ്.
ചോറ് വെന്തോന്ന് നോക്കാം. കുറച്ചുകൂടെ വേഗമുണ്ട്. അത് അങ്ങനെ കിടന്നങ്ങ് പറ്റിക്കോളും. ആദ്യമായിട്ടല്ലേ വെക്കുന്നേ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ വെക്കുന്നത്. അങ്ങനെ വിനീഷ് അത്യാവശ്യം പാചകമൊക്കെ പഠിച്ചു. നമ്മളിങ്ങനെ യാത്ര തുടങ്ങി. എന്റെ അമ്മയ്ക്ക് സന്തോഷമാവും. എന്റെ മോൾ ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ പാചകം അടുക്കള കയറി ജോലി ചെയ്യുന്ന ആളല്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. നമ്മളെ യാത്ര തുടങ്ങിയിട്ട് കന്യാകുമാരി എന്നാണ് യാത്ര തുടങ്ങിയത്. ഇപ്പൊ എവിടെ എത്തിയെന്ന് അറിയാമോ? എവിടെ എത്തി വിനീഷേ? കള്ളക്കുറിച്ചി. ഇവിടെ എത്താറായി. ഏറ്റവും പിറകിൽ എത്താറായിട്ടുണ്ട്. അല്ല, കള്ളക്കുറിച്ചി നമ്മള് പോയി. അവിടുന്ന് ഇപ്പൊ നമ്മള് വേറൊരു ജില്ലയിലോട്ട് പോകുന്നതിന്റെ ഇടയ്ക്കാണിത്. അതെ, വില്ലുപുരം എന്നുവെച്ചാൽ വില്ലുപുരത്ത് അങ്ങോട്ട് പോവുകയാണ്. വില്ലുപുരത്തിന് ഇവിടെ നല്ല ദൂരം ഉണ്ട്. ഇവിടെ കള്ളക്കുറിച്ചിയിലെ കാഴ്ചകളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇല്ലേ? മാർക്കറ്റ് കണ്ടു, അവിടുന്ന് മലക്കറിയൊക്കെ മേടിച്ചു. മലക്കറിയല്ല, ചിക്കൻ മേടിച്ചു. ചിക്കൻ ദോ ഇരിക്കുന്നു, കോഴി മസാലയുടെ അടുത്തിരിക്കുന്നുണ്ടോ പക്കറ്റിനകത്ത്, അത് ചിക്കനാണ്. അത് മേടിച്ചു. എന്നിട്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഞങ്ങൾക്ക് ദീപാവലിക്ക് മുമ്പ് ക്രിസ്മസിന് മുമ്പ് വീട്ടിലെത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. ക്രിസ്മസിന് എന്താ പ്ലാൻ? ക്രിസ്മസിന് ഇപ്പൊ എനിക്ക് നിലവിൽ പ്ലാനിങ് ഒന്നും ഇല്ല. സാൻജിയുടെ വേഷം കെട്ടിയാലോ നമുക്കൊന്ന് ഈ പ്രാവശ്യം? സാൻജിയുടെ ഈ കോലം വെച്ചോണ്ട് ഈ കോലല്ല, നിന്നെ മറക്കാം. മൊത്തത്തിൽ ഡ്രസ് ഇട്ടൊക്കെ സാനിയുടെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? അന്നേരം ഈ പ്രാവശ്യങ്ങൾ സാനിയുടെ വേഷം കെട്ടി അടിപൊളിയായിട്ട് നല്ലൊരു പിരിവ് നടത്തുന്നതായിരിക്കും ഇല്ലേ? എന്നിട്ട് ആ പൈസക്ക് നമ്മൾ മന്തി പിടിച്ച് കഴിക്കും. ഇതിനെക്കാട്ടി നല്ല റൈസ് മന്തി ഇല്ലേ? അവൾക്ക് മനസ്സിലായില്ല കേട്ടോ. അന്നേരം നമ്മൾ പാചകം കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി വേണം അല്ലേ? എല്ലാത്തിനും അതേ ഉള്ളു. ഞാനേ ഇപ്പൊ എന്തേലും കോൺസെൻട്രേഷൻ തെറ്റിയ ഇത് കുളമാവും. അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ബിനീഷ് ചിക്കൻ കറി വെച്ച് തുടങ്ങി കേട്ടോ. അതാണ്ടേ ചിക്കൻ ഇരിക്കുന്നുണ്ടോ? ഞാൻ വേറൊരു കാര്യം പറയുന്നത് വിശ്വസിക്കുമെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ 1/2 കിലോ ചിക്കനാണ് വാങ്ങിയത്. ഈ 1/2 കിലോ ചിക്കൻ്റെ കൂടെ ഈ ഒരു കോഴി മുട്ടയും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നില്ലേ? ഇതിനകത്ത് ഇരുന്ന് ഞങ്ങൾ കവർ തുറന്നപ്പോഴേ ഇതിനകത്ത് ഇരുന്നതാണ്. അന്നേരം ചിക്കൻ കറിയും വെക്കാൻ പോവുകയാണ്. റൈസ് വെന്ത് മാറിയില്ലേ? നെയ്ച്ചോറ് വെന്ത് മാറിയിട്ടുണ്ട്. അടുത്ത നേരം കഴിക്കാൻ നേരം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അല്ലേ? ഇനി ഒട്ടും പ്രതീക്ഷയില്ല മുട്ട വരുന്നേ. അത് കേരളത്തോട്ട് അവള് വെച്ചിരുന്നേ, പൊട്ടിപ്പോയെന്ത് ചെയ്തേനെ? അതെ, പറഞ്ഞതുമില്ല ഞങ്ങളുടെ അടുത്ത്. ഹായ് ഞങ്ങോട്ടേ. നമ്മളെ കാറിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനിഷ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലം, പിന്നെ ഡ്രൈവിംഗ് സീറ്റേ ഉള്ളു. അവിടെ പറ്റത്തുമില്ലല്ലേ. പിന്നെ ബാക്കി മൊത്തം തുണികളും കാര്യങ്ങളും ഒക്കെയാണ്, ഡ്രസ്സാണ്, പിന്നെ നമ്മളെ ബെഡ്, എല്ലാ കാര്യങ്ങളും ബാക്കിലാണ്. പിന്നെ ഇത്രയും സ്ഥലമേ ഉള്ളൂ നമ്മളെ വണ്ടിക്കകത്ത് എല്ലായിടത്തും വെക്കാം അല്ലേ? നമ്മളങ്ങനെ നെയ്ച്ചോറ് കോരിയെടുക്കുകയാണല്ലേ? നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇത് നിങ്ങള് എന്താ പറയാ, നമുക്ക് സ്ഥലത്തിന്റെയും കൊറേ പ്രശ്നങ്ങളുണ്ട് ഇത് എടുക്കുമ്പോഴും ഒക്കെ അല്ലേ? നിങ്ങളൊക്കെ അതൊന്നും മനസ്സിലാക്കുക. ഇത്ര നിൽക്കട്ടെ, എനിക്ക് ഇത്രയും മതി. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. കറി വെക്ക്. അങ്ങനെ ചിക്കൻ കുളമ്പില്ലേ? തമിഴ്നാട്ടിൽ വന്ന ചിക്കൻ കുളമ്പാ, കറിയല്ല. അയ്യോ, ഇതിനകത്ത് ഉണ്ടായിരുന്നു സ്പൂണ്. ഞാൻ ഈ സ്പൂൺ ഇവിടെ എല്ലാം തപ്പുമായിരുന്നു. സ്പൂണ് വിട്ട് വേവിച്ചോ? പാത്രത്തിന്റെ സൈഡിലൊന്നും ആക്കല്ലേ. പിന്നെ താണ്ടേ മുട്ട ഓംപ്ലേറ്റ് ഇല്ല, ഇത് ചിക്കിപ്പറക്കി എടുത്താണെങ്കിൽ ഇരിക്കുക. നമ്മള് ചിക്കൻ മേടിച്ചപ്പോഴും അതിന്റെ കൂടെ തന്നെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ സാലഡ്, പപ്പടം. കഴിക്കട്ടെ? കൊതി വരുന്നുള്ളവർ പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ? അതെ. കഴിക്കാൻ പോവുകയാണ്. വിനീഷ കഴിച്ചിട്ട് ഞാൻ റിസൾട്ട് പറയട്ടെ. കുറച്ചെടുത്തു. കൊള്ളാടി. സൂപ്പർ. ചോറ് ചിക്കൻ എടുത്തു, കുറച്ച് കൊടുക്കാല്ലേ? കുറച്ച് ചിക്കൻ എടുത്തു. എന്നിട്ട് ചോറിനോട് ഇച്ചിരി കറിയും കൂടെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം. അര കിലോ ചിക്കൻ മേടിച്ച് നമുക്ക് കഴിക്കില്ലേ സുഖമായിട്ട്? പക്ഷെ ഭയങ്കര വിലയാ ഇവിടെ. ഫ്രഷ് മീറ്റിന് എന്തായാലും വില ഉണ്ടോ? അല്ല, നമ്മുടെ നാട്ടിലും നമ്മള് ഫ്രഷ് മീറ്റ് തന്നെയല്ലേ മേടിക്കുന്നേ? അല്ല, നമ്മളെല്ലാം കൂടെ ചേർത്തുള്ള മേടിക്കുന്നത്. പൂടയും അതിന്റെ അകത്തുള്ള എല്ലാം കൂടെ
കഴിച്ചിട്ട് പറ. കഴിച്ചിട്ട് പറയാനൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയല്ലേ, സൂപ്പർ. മിനീഷേ ഇന്ന് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ചിക്കൻ കൊടുത്ത് ഒന്നുകൂടെ കാണിക്കുവാണേ. എന്താ ചിക്കൻ വേണ്ട, ചിക്കൻ എടുത്തിട്ട് ചോറോട് വെച്ചിട്ട് കറിയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചോറോട് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. സൂപ്പർ അല്ലേ? എനിക്ക് എന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു. ഞാൻ 2 റൗണ്ട് ഓടട്ടെ. നീ ഇതെങ്ങനെ വെക്കാൻ പഠിച്ചേ? വേറെ വിറ്റുണ്ടാവും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആളിരുന്ന് വീഡിയോ ഇടുന്ന കാണുന്നുണ്ട് കേട്ടോ. അല്ല, വെക്കുന്നത് കുളവാകരുതല്ലോ. എന്തായാലും നമ്മൾ കാശ് മുടക്കി. പിന്നെ നമ്മൾ വെക്കാനുള്ള ഐറ്റങ്ങളെ എല്ലാം നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നേണ്ടോ. ചിക്കൻ മാത്രം നമ്മളിവിടെ മേടിച്ചു. പിന്നെ തക്കാളിയും മേടിച്ച്, മല്ലിയിലയും മേടിച്ചു, 10 രൂപയുടെ മല്ലിയിലയും മേടിച്ചു. ഇത് ജീരകശാല അരിയാണോ? അടുക്കളയിലൊന്നും പരിചയമില്ലടാ എനിക്ക്. ചെറിയ അരി കേട്ടോ, വലിയ അരിയല്ല, ചെറിയ അരിയാണ്. ഞാൻ ബിരിയാണി അരി എന്നാ പറഞ്ഞ കേട്ടോ. വേറെ വിറ്റ് ചോറൊക്കെ വെച്ച് ഉപ്പൊന്നും ഇട്ടില്ല. ഉപ്പിടാൻ ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ പറഞ്ഞതിന്റെ പേര് ഉപ്പ് മേളിൽ വിതറിയിട്ട് അന്നേരം ചൂടുണ്ടായിരുന്നു, നിർത്തിയിട്ടില്ലായിരുന്നു. അന്നേരത്തേക്ക് പിന്നെ ആള് പെട്ടെന്ന് തട്ടിക്കിട്ട് സെറ്റാക്കി. കുനുകുനാന്ന് കഴിഞ്ഞില്ല ചിക്കൻ അവര്. കുഞ്ഞു കഷ്ണങ്ങളാക്കും. നമ്മളെ നാട്ടിൽ ലെഗ് പീസ് ആയിട്ടാണ് കഴിക്കത്തില്ലേ? ഇവരതിനെ ലെഗ് ഏതാ തല ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളയും. എന്തെങ്കിലും വേണേ പറയണേ സഹോ. മുട്ട ചെറിയ പീസൊക്കെ അരിയുമ്പോൾ കുഴപ്പമെന്തോ അറിയോ? എല്ല് നമ്മൾ ഈ കഴിക്കുന്നതിനകത്ത് എല്ലാത്തും എല്ല് വരും. ഇനി അടുത്ത നമ്മളെങ്ങോട്ടാ പോന്നേ? വില്ലുപുറം. അടുത്ത വില്ലുപുരം. അവിടെ പോയി നല്ല സ്പോട്ട് കണ്ടുപിടിക്കണം അല്ലേ? ഗ്ലാസ് വെക്കിയിട്. അയ്യോ, ഇത്രയും സമയം വെച്ചിട്ടേക്ക് വരുന്നു. അല്ല, ഏകദേശം നിർത്തിക്ക, തണുപ്പ് വേണ്ട. ചൂട് പെട്ടെന്ന്, ചോറൊക്കെ പെട്ടെന്ന് ചൂടായി. അല്ല, തണുത്തു പോയി. ചോറ് തണുത്തു പോയി. അങ്ങനെ ഞങ്ങള് ആഹാരം കഴിച്ചു കഴിഞ്ഞല്ലേ? സൂപ്പർ എന്ന് പറഞ്ഞ അടിപൊളി. ബിനീഷ വെച്ചൊന്ന് പറയത്തില്ല കേട്ടോ. അങ്ങനെ പറ, ഞാൻ വെച്ചില്ലേ. എന്ത് ചെയ്യാനാന്ന് പറ, യൂട്യൂബ് ഉള്ളത് കൊണ്ട് മാത്രം. ഏറ്റവും നല്ല രുചിയുള്ള ആഹാരം ഏതാന്ന് വെച്ചാൽ വിശപ്പ് എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. വിശപ്പുണ്ടെങ്കിൽ ഏത് ആഹാരവും കഴിക്കും. അപ്പൊ ഞാൻ നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ ബിനീഷ വെച്ച നല്ല കറിയായിരുന്നു. നല്ല കറക്റ്റായിട്ട് ചിക്കൻ്റെ വേവും റൈസിന്റെ വേവും കറക്റ്റ് പക്കയായിരുന്നു കേട്ടോ. കറക്റ്റ് ഉപ്പുണ്ടായിരുന്നു, കറക്റ്റായിട്ടുള്ള ഫ്ലേവേഴ്സും ഞങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വെച്ചെന്ന് പറയത്തേ ഇല്ല. സീരിയസ്ലി ഫസ്റ്റ് ടൈം വെക്കുക. എനിക്കറിയത്തില്ല, ഞാനൊരു പരീക്ഷണം തന്നെ നടത്തുമായിരുന്നു. ഞാനത് പറയുകയും ചെയ്തു. ഇനി ഇൻ കേസ് അത് ശരിയായില്ലെങ്കിൽ നമ്മളിത് കഞ്ഞിയാന്ന്. അന്നേരം അടുത്ത നമ്മൾ വില്ലുപുരത്തോട്ട് പോവുകയാണ്. നമ്മളെ വീഡിയോസ് എല്ലാം യൂട്യൂബ് ചാനൽ ന്യൂ എഡിസൺ ടെക് ട്രാവൽ എന്ന ചാനൽ വരുന്നതായിരിക്കും. കയറി കാണാൻ മറക്കരുത്. നമ്മളെ നോക്കി ആരും കൊണ്ട് നടന്നു വരുന്നു. അന്നേരം നമ്മളെ നോക്കി തന്നെ നമ്മളെ നോക്കിയല്ല, അല്ലല്ല, വേറെ ആവശ്യത്തിന്. ഓക്കെ, അന്നേരം യാത്ര തുടരുകയാണ്. നമ്മൾ കയറി കാണാൻ മറക്കല്ലേ. ബൈ.